ദിശ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജിയോഗ്രഫി ആണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ജിയോഗ്രഫിയിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് ഇന്ത്യൻ ജിയോഗ്രഫിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ത്യയുടെ പൊസിഷൻ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങള്, ഇന്ത്യയുടെ അതിർത്തികള്, അതുപോലെ ഇന്ത്യയുടെ എന്താണ് തെക്ക് വടക്ക് ദൂരം, എന്താണ് കിഴക്ക് പടിഞ്ഞാറ് ദൂരം, ഇങ്ങനത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകും അല്ലെ. എന്നിട്ട് എക്സാമിന് വരുമ്പോൾ ഭയങ്കര ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ബേസിക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻസർ എഴുതാൻ പറ്റാതെ കഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമുക്ക് ഇനി അത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആദ്യമായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി, നിങ്ങൾ എപ്പോഴും ജോഗ്രഫി പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാപ്പ് എപ്പോഴും കയ്യിൽ കരുതണം. എപ്പോഴും ഇന്ത്യയുടെ ആ ഒരു രൂപം എങ്ങനെയാണ് ഇരിക്കുന്നത് വരയ്ക്കാൻ അറിയാവുന്നവർ അത് വരച്ച് പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇന്ത്യയുടെ ആ ഒരു ഷേപ്പ്, അതിന്റെ അറ്റങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ ഒരു ഊഹം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ നമ്മൾ ഇതൊക്കെ പഠിക്കാനായിട്ട് ബേസിക്കലി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫിഗർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഗർ എടുക്കാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരച്ചും ഇത് പഠിച്ചു വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ത്യനെ പറ്റി പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ എർത്ത് ഇങ്ങനെ എർത്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ എർത്തിനെ നമ്മൾ രണ്ട്, അതായത് എന്താണ് നോർത്ത് സൗത്ത്, അതായത് മുകളും താഴെയായിട്ട് ഹൊറിസോണ്ടലി നമ്മൾ ഇങ്ങനെ ഒരു ഡിവിഷൻ, സോറി ഇങ്ങനെ അല്ല, നടുക്കൂടെയാണ് പോകുന്നത് ഡിവിഷൻ. അപ്പൊ അതാണെങ്കിൽ ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെ, നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതെന്താണ്, സൗത്തേൺ ഹെമിസ്ഫിയർ ആണ്, സൗത്തേൺ ഹെമിസ്ഫിയർ ആണ് അല്ലെ. അപ്പൊ ഇന്ത്യ ഇതിനകത്ത് ഏത് ഹെമിസ്ഫിയറിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ഉള്ളത്. ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ലാറ്റിറ്റ്യൂഡിനലി, ലാറ്റിറ്റ്യൂഡ് ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്, ഇങ്ങനെ നമ്മൾ കുറെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ ലാറ്റിറ്റ്യൂഡ്സ്. അതിനകത്ത് 0° ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത് അല്ലെ, ഇക്വേറ്റർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏത് എന്താണ് ഹെമിസ്ഫിയറിലാണ്, ലാറ്റിറ്റ്യൂഡിനലി നമ്മൾ ഏത് ഹെമിസ്ഫിയറിലാണെന്ന് ചോദിക്കും നിങ്ങളുടെ അടുത്ത്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇന്ത്യ ലാറ്റിറ്റ്യൂഡിനലി ഏത് ഹെമിസ്ഫിയറിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനലി ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, വെർട്ടിക്കലി നമ്മൾ ഡിവിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ആ ഡിവിഷനിൽ നമ്മൾ ഏതാണ്, ഇവിടെ ഈസ്റ്റ്, അതുപോലെ ഇവിടെ വെസ്റ്റ് എന്നിങ്ങനെയാണ് ഡിവിഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനലി എടുക്കുവാണെങ്കിൽ നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലായിട്ട് വരും അല്ലെ, ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലായിട്ട് അല്ലെ. ടോട്ടലി നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ പറയുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ലാറ്റിറ്റ്യൂഡിനലി നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഓപ്ഷനിൽ നോർത്തേൺ, ഈസ്റ്റേൺ, സൗത്തേൺ, വെസ്റ്റേൺ എല്ലാം കാണും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലാറ്റിറ്റ്യൂഡിനലി ഏതാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഏറ്റവും ബേസിക് തൊട്ടാട്ടോ പറയുന്നത്. ആദ്യമായിട്ട് ജോഗ്രഫി ഒക്കെ പഠിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക് ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവർക്ക് ബോറായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എന്റെ അറിയാത്തവരും ഉണ്ട്, അവർക്ക് വേണ്ടി കൂടെയാണ് കേട്ടോ. അപ്പൊ എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡിനലി ഉള്ളത് ഇന്ത്യ. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനലി നമ്മൾ ഏത് ഹെമിസ്ഫിയറിലാണ്, ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. ഓർത്ത് വെച്ചേക്കാമോ ഇത്. ഇനി നമ്മൾ എപ്പോഴും ഏതൊരു വസ്തുവിന്റെ എർത്തിലുള്ള ഏതൊരു സ്റ്റേറ്റോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യമാവാം, സ്റ്റേറ്റ് ആവാം, വാട്ടർ ഒരു പ്ലേസ് ആവാം, എന്തും നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെയും ലോഞ്ചിറ്റ്യൂഡിന്റെയും ഇടയിലാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് അതിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ എന്ന് പറയുന്നത് 8°4' നോർത്തും 37° 6' നോർത്തുമാണ്. അപ്പൊ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് വെച്ചാൽ 8°4' നോർത്തും 37°6' നോർത്തുമാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കാമോ, 8°4' നോർത്തും 37°6' നോർത്തുമാണ് അല്ലെ. അതുപോലെ തന്നെ ഇനി നമ്മൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ്, ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ്സിന്റെ ഇടയിലാണെന്ന് ചോദിച്ചാൽ 68°7' ലോഞ്ചിറ്റ്യൂഡിന്റെയും 97°25' ലോഞ്ചിറ്റ്യൂഡിന്റെ, അത് ഈസ്റ്റ് എന്ന് തന്നെ കൊടുക്കണം. ലോഞ്ചിറ്റ്യൂഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഈസ്റ്റ് കൊടുക്കണം, ലാറ്റിറ്റ്യൂഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും നോർത്ത് കൊടുക്കണം. ഇത് തിരിഞ്ഞു പോരുതേ. നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്, 8°4' നോർത്ത്, 8°4' നോർത്ത്, 37°6' നോർത്ത്. അപ്പൊ നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇന്ത്യ പൊസിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 8°4' നോർത്തിന്റെയും
37°6' നോർത്തിന്റെയും ഇടയ്ക്കാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതുപോലെ ഇനി നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ് ഡിവിഷൻ ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡിന്റെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് ചോദിച്ചാൽ 68°7'ഉം അതുപോലെ 97°25'ഉം 68°7'ഉം 97°25'ഉം ഓർത്ത് വെച്ചേക്കാമോ? അങ്ങനെ നമ്മുടെ ആ ഒരു കിലോമീറ്റർ എടുക്കുവാണെങ്കിൽ ലാറ്റിറ്റ്യൂഡിലും ലോഞ്ചിറ്റ്യൂഡിലും ആ ഒരു തെക്ക് വടക്ക് ദൂരം അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. ലാറ്റിറ്റ്യൂഡ് ആൻഡ് നോർത്ത് സൗത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 3214 കിലോമീറ്റർ ആണ്. ഈസ്റ്റ് വെസ്റ്റ് ആണെങ്കിൽ 2933 കിലോമീറ്റർ ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ 3214 കിലോമീറ്റർ ആണ് ടോട്ടലി ഏറ്റവും നോർത്ത് എന്നുള്ള ഇന്ത്യയുടെ മെയിൻ ഭൂവിഭാഗത്തിന്റെ സൗത്ത് വരെയുള്ളത് കേട്ടോ. എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ ആണ് നമ്മുടെ ഏത് നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ. ചോദിക്കുവേ നമ്മുടെ നോർത്ത് ടു സൗത്ത് ഡിസ്റ്റൻസ് ചോദിക്കുവേ, നോർത്ത് സൗത്ത് എക്സ്റ്റൻഷൻ ചോദിക്കും. അത് 3214 കിലോമീറ്റർ ആണ്. ഈസ്റ്റ് വെസ്റ്റ് ദൂരം എത്രയാണ്? ഈസ്റ്റ് ടു വെസ്റ്റ് 2933 കിലോമീറ്റർ ആണ്. 2933 കിലോമീറ്റർ ആണ്. ചോദിക്കുവേ നിങ്ങളുടെ അടുത്ത് 3214 2933 ഡിവിഷൻ എങ്ങനെയാണ് ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. 3214 കിലോമീറ്റർ 2933 കിലോമീറ്ററുമാണ് നോർത്ത് സൗത്തും അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ദൂരം എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ച രണ്ട് പോയിന്റ് നമ്മൾ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണെന്ന് ചോദിച്ചാൽ 8°4' നോർത്തിന്റെയും 37°6' നോർത്തിന്റെയും. ഇപ്പൊ തന്നെ പഠിച്ചു പോയേ 8°4' നോർത്തിന്റെയും 37°6' നോർത്ത് ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിലാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഡിവിഷൻ വരുന്നത്. അതുപോലെ 68°7' ഈസ്റ്റിന്റെയും 97°25' ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന്റെ ഇടയ്ക്കാണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡൽ പൊസിഷൻ വരുന്നത്. ഓക്കെ, അത് ചോദിക്കും, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഈ ബേസിക് സാധനങ്ങൾ. നോർത്ത് സൗത്ത് ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ ഇന്ത്യയുടെ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ, ഏറ്റവും സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? മെയിൻലാൻഡിന്റെ സൗത്തേൺ മോസ്റ്റ് പോയിന്റും കൺട്രി ഫുൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് എത്രയാണ്? അതുപോലെ തന്നെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ, നമുക്കറിയാം നമ്മൾ ഇന്ത്യ ഇപ്പൊ ഇങ്ങനെ ഒരു മെയിൻലാൻഡും ഉണ്ട്, ഇവിടെ കുറച്ച് നമുക്ക് കുറച്ച് ദ്വീപ സമൂഹങ്ങളുണ്ട് അല്ലെ, ഐലൻഡ്സ് ഉണ്ട്. ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും കുറച്ച് ഐലൻഡ്സ് ഉണ്ട് അല്ലെ. ഇത് ബേ ഓഫ് ബംഗാൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ, ബേ ഓഫ് ബംഗാൾ ആണ്. അപ്പം ഈ ബേ ഓഫ് ബംഗാളിന്റെ ഇവിടെ നിങ്ങൾക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കിടപ്പുണ്ട്. അതിനകത്ത് തന്നെ ആൻഡമാൻ നിക്കോബാറിലെ നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും താഴത്തെ ഒരു പൊസിഷനാണ് നമ്മുടെ കൺട്രിയുടെ ഏറ്റവും സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് അല്ലെ, സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ് എന്ന് പറയണം നിങ്ങൾ. പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ് എന്ന് പറയണം. അത് ഏത് ലാറ്റിറ്റ്യൂഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? 6°45' ലാറ്റിറ്റ്യൂഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് പിഗ്മാലിയൻ പോയിന്റ്. നിങ്ങളുടെ അടുത്ത് ചോദിക്കും സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി ഏതാണെന്ന് ചോദിക്കും. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി ഏതാണെന്ന് ചോദിക്കും. അത് പിഗ്മാലിയൻ പോയിന്റ് ആണ്. പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ ഇന്ദിര പോയിന്റ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 6°45' നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓർത്ത് വെച്ചേക്കാമോ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി. ഇനി ഇത് നമ്മുടെ മെയിൻലാൻഡ് ആണ് അല്ലെ, ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ മെയിൻലാൻഡ് ആണ്. അപ്പൊ ഈ മെയിൻലാൻഡിന്റെ ഏറ്റവും അറ്റത്ത് നമ്മുടെ കന്യാകുമാരിയിലുള്ള നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ മെയിൻലാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? കന്യാകുമാരിയാണ്. കന്യാകുമാരി സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ mainland of India is Kanyakumari. Southern most point of the country is Pygmalion point എന്ന് വിളിക്കും, ഇന്ദിര പോയിന്റ് എന്ന് വിളിക്കും. ഓക്കെ, 6°45' നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന പിഗ്മാലിയൻ പോയിന്റ് ചോദിച്ചിട്ടുള്ള കേട്ടോ. ഇന്ദിര പോയിന്റിന്റെ മറ്റൊരു പേരാണ് പിഗ്മാലിയൻ പോയിന്റ്. അതുപോലെ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ മെയിൻലാൻഡ് എന്ന് പറയുന്നത്, മെയിൻലാൻഡിന്റെ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ഓർത്തിരിക്കാമോ അത്? ഇനി നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഈസ് ഇന്ദിരാക്കോൾ. ഇതിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ ജമ്മു കാശ്മീരിന്റെ അതാണ്ട് ഈ ലഡാക്കിന്റെ ഒക്കെ ഏറ്റവും മുകളിലത്തെ പോർഷൻ ആയിട്ട് വരുന്ന ഈ പോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത്
ഇന്ദിരാകോൾ എന്ന് പറയും. ലഡാക്കിലുള്ള ഇന്ദിരാകോൾ ആണ് ഏതെന്ന് പറയുന്നത് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഇന്ദിരാകോൾ ആണ്. ഇനി അരുണാചൽ പ്രദേശിന്റെ ഇങ്ങറ്റത്താണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കാണപ്പെടുന്നത്. ഏതാണ്? കിബിത്തു ആണ്. കിബിത്തു. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റിന്റെ പേരെന്താണ്? കിബിത്തു. ആദ്യമായിട്ട് പഠിക്കുന്നവർക്കാണ് ഈ പറയുന്നതെല്ലാം കേട്ടോ. അല്ലാത്തവർക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് പോലെ എടുത്തോണം. അപ്പൊ കിബിത്തു ആണ് ഏറ്റവും ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ? ഗുഹാർമോത്തി ആണ്. ഗുജറാത്തിലെ ഗുഹാർമോത്തി. ഇപ്പൊ തന്നെ ഇത് ഇത്രയും പഠിച്ചേ. ഇപ്പൊ തന്നെ പഠിച്ചേ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാകോട്. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി ഇന്ദിരാ പോയിന്റ് ആണ്. ഇത് നിക്കോബാർ ഐലൻഡിലാണ് ഈ പറയുന്നത്. അതാണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാ പോയിന്റ് ആണ്. നിക്കോബാർ ഐലൻഡിലെ ഇന്ദിരാ പോയിന്റ് ആണ് സൗത്തേൺ മോസ്റ്റ് പോയിന്റ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഇന്ദിരാകോള് ലഡാക്കിലെ. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ മെയിൻലാൻഡ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. അവിടെ അങ്ങനെ ഒരു പ്ലേസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്ന ടൂറൊക്കെ പോകുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സൗത്തേൺ മോസ്റ്റ് പോയിന്റ് പോയി നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് നമുക്ക് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു ആണ്. കിബിത്തു അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ? ഗുഹാർമോത്തി ഗുജറാത്ത് ആണ്. ഗുഹാർമോത്തി ഗുജറാത്ത്. ഓക്കെ, ഇനി നമ്മുടെ എന്താണ് ഈ പറയുന്ന ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു അക്ഷാംശ രേഖയുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡൽ ലൈൻ ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നതാണ്ട് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുന്നത് കണ്ടോ. എപ്പോഴും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ട്രോപ്പിക് ഓഫ് 23.5 ഡിഗ്രി 30 മിനിറ്റ് നോർത്തിനെയാണ് നമ്മൾ എന്താ പറയുക 23 ഡിഗ്രി 30 മിനിറ്റ് 23.5 ഡിഗ്രീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 23.5 ഡിഗ്രീനെയാണ് ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ചോദിക്കുക നിങ്ങളുടെ അടുത്ത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നിങ്ങളുടെ ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അതിപ്പോ തന്നെ അങ്ങ് പഠിക്കാമോ? ഗുജറാത്ത് 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 അതുപോലെ രാജസ്ഥാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയ ഒരു പോർഷൻ ഉണ്ട്. ആ സ്ഥലത്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റ് ബംഗാൾ, പിന്നെ ഈ സൈഡിൽ ത്രിപുര, മിസോറാമും കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഗുജറാത്ത്, രാജസ്ഥാനും നിങ്ങൾക്ക് ഓർത്തിരിക്കാം. മധ്യപ്രദേശ് അതിന്റെ ഇപ്പുറത്ത്. ഓക്കെ, ഗുജറാത്ത്, ഇവിടെ രാജസ്ഥാൻ വരുന്നുണ്ട്, മധ്യപ്രദേശ് വരുന്നുണ്ട്, ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഉണ്ട്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഏതൊക്കെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്? ഏതൊക്കെ എന്താണ് സംസ്ഥാനങ്ങളിൽ കൂടുതലാണ്? ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ത്രിപുര ഉണ്ട്, മിസോറാം. നിങ്ങൾ ചോദിക്കും ടോട്ടൽ എത്ര സ്റ്റേറ്റുകളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത് ചോദിക്കും. 8 സ്റ്റേറ്റുകളിൽ കൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന പ്രധാന എന്താണ് അക്ഷാംശ രേഖയാണ് ഏത് ലോഞ്ചിറ്റ്യൂഡൽ ലൈൻ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി നോർത്തിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. അതിന്റെ കൂടി ഇപ്പുറത്തെ സൈഡിൽ ഏതൊക്കെയാണ്? ഇവിടെ വെസ്റ്റ് ബംഗാളും ഉണ്ട്. വെസ്റ്റ് ബംഗാൾ ഈ ലൈനാട്ടോ, മറ്റു ലൈനൊന്നും തെറ്റിദ്ധരിക്കും. ഇതാണ് കേട്ടോ, ഈ പോകുന്ന സാധനമാണ്. അപ്പം വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇപ്പൊ തന്നെ പഠിക്കാമോ? ഇപ്പൊ തന്നെ നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് പഠിച്ചത്? നമ്മള് ലോഞ്ചിറ്റ്യൂഡൽ പൊസിഷൻ അതുപോലെ ലാറ്റിറ്റ്യൂഡൽ പൊസിഷൻ ഏതൊക്കെ പോയിന്റിന്റെ ഇടയ്ക്കാണെന്ന് പഠിച്ചു അല്ലെ. ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്കായിരുന്നു? ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്കാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 8 ഡിഗ്രി 4 മിനിറ്റും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ്. ലോഞ്ചിറ്റ്യൂഡോ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. മറ്റേത് നോർത്ത് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡും അതുപോലെ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഈ രണ്ടിന്റെ ഇടയ്ക്കാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 4 എന്താണ് ഏറ്റവും അറ്റത്തെ പോയിന്റ്സ് പഠിച്ചല്ലേ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാകോൾ ലഡാക്ക്. സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ദ കൺട്രി ഏതാണ്? ഇന്ദിര പോയിന്റ് നിക്കോബാർ ഐലാൻഡിലെ ഇന്ദിര പോയിന്റ് ആണെന്ന് പഠിച്ചു. ഇനി ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഈസ്റ്റ് കിബിത്തു ആണ്. എവിടുത്തെ കിബിത്തു? അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുജറാത്തിലെ ഗുഹാർമോത്തി ആണെന്ന് പഠിച്ചു. ഗുഹാർമോത്തി എന്ന് പറഞ്ഞ ഗുജറാത്തിലെ പോയിന്റ് ആണെന്ന് പഠിച്ചു. ഓക്കെ ഫൈൻ. ഇനി എന്താ നമ്മൾ പഠിച്ചേ? ഇന്ത്യയിലൂടെ
കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു എന്താണ് അക്ഷാംശ രേഖയാണ് ഇതെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ലോഞ്ചിറ്റ്യൂഡ് ആണ് ഇതെന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. 23.5 ഡിഗ്രി നോർത്തിനെ നമ്മൾ മലയാളത്തിൽ ഉത്തരായന രേഖ എന്നൊക്കെ വിളിക്കും. 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഗുജറാത്ത് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്. നിങ്ങൾ ചോദിക്കും ഇതിൽ എവിടെയാണ് രാജസ്ഥാൻ? അത് ഇങ്ങനെ ആ ഒരു എന്താണ് സ്റ്റേറ്റുകളുള്ള സ്റ്റേറ്റിന്റെ എന്താണ് നമ്മുടെ സ്റ്റേറ്റുകൾ ഇങ്ങനെ വരച്ചിരിക്കുന്ന ഒരു ഫിഗർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു പോയിന്റ് ഇങ്ങനെ താഴോട്ട് കിടപ്പുണ്ട് രാജസ്ഥാന്റെ. അതാ വരിക കേട്ടോ. ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ ഇവിടെ മധ്യപ്രദേശ്, പിന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ വരുന്നുണ്ട്. പിന്നെന്താണ് ഇവിടെ ത്രിപുര, മിസോറാം. ഇത്രയും പോർഷൻസിലാണ്, ഇത്രയും സ്റ്റേറ്റ് കൂടാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നല്ല സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ വേൾഡിലെ തന്നെ ഏറ്റവും വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 7th കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയും ഓർത്തിരിക്കാമോ? അത്രയും ഓർത്തിരിക്കാം. ഓക്കെ, എക്സ്ട്രീം പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഏരിയ, ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എടുക്കുവാണെങ്കിൽ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏരിയ എത്രയാണ്? ടോട്ടൽ ഏരിയ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എത്രയാണ്? 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇത് ലോകത്തിന്റെ മൊത്തത്തിലുള്ള ലാൻഡ് ഏരിയയുടെ 2.4% ആണ്. ഇതും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ലോകത്തിന്റെ ടോട്ടൽ ലാൻഡ് ഏരിയന്റെ 2.4% ഓഫ് വേൾഡ്സ് ലാൻഡ് സർഫസ് ഏരിയ എന്ന് പറയും. ഓക്കെ, ആൻഡ് സ്റ്റാൻഡ്സ് ആസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഏരിയ. 3.28 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഏരിയ. ഇതെന്ന് പറയുന്നത് ലോകത്തിന്റെ മൊത്തത്തിലുള്ള ലാൻഡ് സർഫസിന്റെ 2.4% ആയിട്ട് വരും. എത്രയാണ്? 2.4% ആയിട്ട് വരും. ഇന്ത്യയാണ് ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയെ മറ്റ് ഇന്ത്യ വരുന്ന ഏത് കോണ്ടിനെന്റിലാണ്? ഏഷ്യയിലാണ് വരുന്നത് അല്ലെ? ഏഷ്യയിലാണ് വരുന്നത്. അപ്പോ ഇന്ത്യയിൽ തന്നെ എന്താണ് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യനെ വേർതിരിക്കുന്നത് ഇന്ത്യനെ എന്താണ് വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ് അല്ലെ? ഇന്ത്യ സ്റ്റാൻഡ്സ് അപ്പാർട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഏഷ്യ. എങ്ങനെയൊക്കെയാണ്? ബൈ മൗണ്ടൻസ് ആൻഡ് ദ സീ വിച്ച് ഗിവ്സ് കൺട്രി എ ഡിസ്റ്റിങ്ക്ട് ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി. നമ്മൾ ഇവിടെ എടുത്തു നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇങ്ങനെ നമ്മൾ വരച്ചൊക്കെ എടുക്കുവാണെങ്കിൽ എന്താണ് ഈ പോർഷൻ എന്ന് പറയുന്നത്? എന്താണ് ഇവിടെ മൗണ്ടൻ ആണ്, ഹിമാലയാസ് ഇരിക്കുവാണ് അല്ലെ? ഹിമാലയാസ് ആണ് നമ്മുടെ മറ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ? ഇവിടെ താഴെ സൈഡിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് എന്താണ് സീ ആണ് അല്ലെ? സീ ആണ് കിടക്കുന്നത്. ഇവിടെ അറേബ്യൻ സീ ഉണ്ട്. ഇവിടെ നമ്മൾ 3 വശവും എന്താണ് നമുക്ക് ഇവിടെ വെള്ളത്താലാണ് ചുറ്റപ്പെട്ട് കിടക്കുന്നത് അല്ലെ? ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, അറേബ്യൻ സീ. ഇവിടെ എന്താ ഉള്ളത്? ബേ ഓഫ് ബംഗാൾ ഉണ്ട് അല്ലെ? ബേ ഓഫ് ബംഗാൾ. ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ആണ്, ഇന്ത്യൻ ഓഷ്യൻ. ഇനി ഇവിടെ എന്താണ്? നോർത്ത് സൈഡിൽ എന്താണ്? ഹിമാലയാസ്, മൗണ്ട് ഹിമാലയാസ് ആണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാലോ അല്ലെ? ഇന്ത്യയുടെ എന്താണ് നോർത്ത് സൈഡിൽ മൗണ്ട് ഹിമാലയാസ് ആണുള്ളത്. ഇനി വെസ്റ്റ് സൈഡിലാണെങ്കിൽ അറേബ്യൻ സീ ഉണ്ട്, അറേബ്യൻ സീ ആണുള്ളത് വെസ്റ്റ് സൈഡിൽ. പിന്നെ ഈസ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇനി കറക്റ്റ് സൗത്ത് സൈഡിൽ എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഓഷ്യൻ ആണ്. ആ ഒരു ഡിവിഷൻ ഓർത്തിരിക്കാമോ? അപ്പൊ ഇന്ത്യ നോക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് വേർതിരിച്ചാണ് നിൽക്കുന്നത് അല്ലെ? കൂടെ കിടക്കുന്ന പാകിസ്ഥാൻ മാത്രമാണ്, ബാക്കി എല്ലാത്തിൽ നിന്നും ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. ഹിമാലയാസിന്റെ നല്ലൊരു ഡിവിഷൻ ഉണ്ട്. പിന്നെ താഴേക്ക് എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ ഓഷ്യനും അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഒക്കെയാണ്. സോ നമുക്കൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ആണ് നമ്മുടെ രാജ്യത്തിന് ഉള്ളത്. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പഠിച്ചേ? 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ ഏരിയ. എത്ര? 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇത് ടോട്ടലി ഉള്ള വേൾഡിന്റെ 2.4% ഓഫ് സർഫസ് ഏരിയ വരും. ലാൻഡ് സർഫസിന്റെ 2.4% ആണ് വരുന്നത്. ഏഷ്യയിലാണ് ഇന്ത്യ അല്ലെ? ഏഷ്യയിലാണ് ഇന്ത്യ ഉള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യനെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ പറയുന്ന ഹിമാലയാസും താഴെയുള്ള അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് ഉള്ളതെന്ന് പഠിക്കുക. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ബൗണ്ടറി നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ എല്ലാം എന്താണ് ഓഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ ഇവിടെ 2 സീയും ഒക്കെ ആണെന്ന് പഠിച്ചു അല്ലെ? ഇനി ഇവിടുന്ന് മേലോട്ട് എന്താണ്? കരയാണുള്ളത്. ഇവിടെ ഈ സൈഡൊക്കെ കരയാണുള്ളത് അല്ലെ? കരയാണുള്ളത്. ഇന്ത്യയുടെ മാപ്പ് വരച്ചല്ല കേട്ടോ ഞാൻ, ഇനി അത് മാറ്റി വരച്ചെന്നൊന്നും പറയല്ലേ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരച്ചാണ്. അപ്പൊ ഈ സൈഡിൽ എന്താണ്? ലാൻഡ് ആണുള്ളത്. അപ്പൊ ഇന്ത്യക്ക് നമുക്ക് ലാൻഡ് ബൗണ്ടറി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 15,200 കിലോമീറ്റർ ആണ്. ഓക്കെ,
അപ്പോ ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി സീ പോർഷൻ അല്ലാത്ത മേളിലോട്ടുള്ള ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ ആണ്. 15,200 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കണം. ഇനി ടോട്ടൽ ലെങ്ത് ഓഫ് ദ കോസ്റ്റ് ലൈൻ ഓഫ് ദ മെയിൻ ലാൻഡ് ഇൻക്ലൂഡിംഗ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് എല്ലാം കൂടി ചേർത്തിട്ട് എത്രയാണ്? 7,516.6 കിലോമീറ്റർ ആണ്. ഓക്കെ, 7,516.6 കിലോമീറ്റർ ആണ് നമുക്ക് ടോട്ടലി ഉള്ള എന്താണ് ലെങ്ത് കോസ്റ്റ് ലൈൻ ഓഫ് ദി മെയിൻ ലാൻഡ് ഇൻക്ലൂഡിംഗ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപിന്റെ എല്ലാത്തിന്റെയും കൂടി കോസ്റ്റ് ലൈൻ നമ്മൾ എത്രയാണ് എടുക്കുമ്പോൾ കിലോമീറ്റർ 7,516.6 കിലോമീറ്റർ ആണ്. 7,516.6 കിലോമീറ്റർ. ലാൻഡ് ബൗണ്ടറി എത്രയാണെന്നാ പറഞ്ഞേ? 15,200 കിലോമീറ്റർ ആണ്. 15,200 കിലോമീറ്റർ. 7,516.6 കിലോമീറ്റർ കോസ്റ്റ് ലൈനും 15,200 കിലോമീറ്റർ ലാൻഡ് ബൗണ്ടറിയുമാണ് ഇന്ത്യക്കുള്ളത്. കറന്റ്ലി ഇന്ത്യക്ക് 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസും ആണുള്ളത്. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് നമുക്കുള്ളത്. എന്തൊക്കെയാ പഠിച്ചത്? ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി എത്രയാണ്? 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എത്രയാണ്? 7,516.6 കിലോമീറ്റർ. ചോദിക്കുക ഇതിങ്ങനൊക്കെ. നമ്മൾ നോക്കിക്കേ, ഇവിടെയാണ് നമ്മൾ ലാൻഡ് ബൗണ്ടറി ആണ് പറഞ്ഞത്. അതുകൊണ്ട് 15,200 കിലോമീറ്റർ കൊടുത്തിരിക്കുന്നത് ഈ ബൗണ്ടറി ആണ്. ഇവിടുന്ന് ഈ പൊസിഷൻ ഇവിടം വരെ വരുന്നതാണ് ലാൻഡ് ബൗണ്ടറി എന്ന് പറയുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്? 15,200 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി കടൽ തീരം. ഓക്കെ, അപ്പൊ മെയിൻലാൻഡിന്റെ മാത്രം ഈ പൊസിഷൻ മാത്രം എടുക്കുവാണെങ്കിൽ ഇവിടെ മാത്രം നമ്മൾ ലക്ഷദ്വീപോ ആൻഡമാനോ ഒന്നും എടുക്കാതെ 6,100 കിലോമീറ്റർ ആണ് കേട്ടോ. 6,100 കിലോമീറ്റർ ആണ് മെയിൻലാൻഡിന്റെ മാത്രമുള്ള കോസ്റ്റ് ലൈൻ. നോട്ട് ചെയ്ത് വെക്കാമോ? കോസ്റ്റ് ലൈൻ മെയിൻലാൻഡിന്റെ എത്രയാണ്? 6,100 കിലോമീറ്റർ ആണ്. ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപും കൂടിയൊക്കെ ചേർത്തിട്ട് 7,516.6 കിലോമീറ്റർ. 15,200 ലാൻഡ് ബൗണ്ടറി. കോസ്റ്റ് ലൈൻ ആണെങ്കിൽ മെയിൻലാൻഡിന്റെ 6,100 കിലോമീറ്റർ. ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപും കൂടി ചേർത്തിട്ട് 7,516.6 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മള് ബേസിക് ആയിട്ടുള്ള അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇന്ത്യയും അതിന്റെ നൈബർഹുഡ് കൺട്രീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇന്ത്യ മെയിൻ ആയിട്ടും ഏത് കോണ്ടിനെന്റിലാണ്? മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇന്ത്യ ഏഷ്യൻ കോണ്ടിനെന്റിലാണ് അല്ലെ. അപ്പോ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, 3 സൈഡും വാട്ടറാൽ നമ്മൾ സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. 3 സൈഡും വാട്ടറാൽ സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അറേബ്യൻ സീ വെസ്റ്റ് സൈഡില്, ബേ ഓഫ് ബംഗാൾ ഈസ്റ്റ് സൈഡില്, ഇന്ത്യൻ ഓഷ്യൻ സൗത്ത് സൈഡിൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ വാട്ടർ സറൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലെ, ഇപ്പൊ ഇന്ത്യ എടുക്കുവാണെങ്കിൽ ഇതിന്റെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഈ പൊസിഷനിൽ എന്താണ് വരുന്നത്? പാകിസ്ഥാനും മുകളിൽ കുറച്ച് പോർഷൻ അഫ്ഗാനിസ്ഥാനും വരുന്നുണ്ട് അല്ലെ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വരുന്നുണ്ട് അല്ലെ. നോർത്ത് സൈഡ്, കറക്റ്റ് നോർത്ത് സൈഡിൽ എടുക്കുവാണെങ്കിൽ ഏതൊക്കെയാ വരുന്നത്? ചൈന, ഭൂട്ടാൻ, ടിബറ്റ്, നേപ്പാൾ. ചൈന, ഭൂട്ടാൻ, ടിബറ്റ്, നേപ്പാൾ നോർത്ത് സൈഡിൽ വരുന്നതാണ്. ഇനി ഈസ്റ്റ് സൈഡിൽ, ഈ സൈഡിലാണ് ഏതൊക്കെ വരുന്നത്? ഇവിടെ ഇങ്ങനെ ബംഗ്ലാദേശ്, ഇന്ത്യയുടെ മറ്റ് കൺട്രികളുടെ ഉള്ളിലേക്കാണ്. പണ്ടത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ ആണ് ഇത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പണ്ട് എന്താണ് പാകിസ്ഥാൻ ആയിരുന്നു ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ 2 ഡിവിഷൻ ആയിരുന്നു. പിന്നീട് എന്താണ് ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് ഇവർക്ക് മാറി പുതിയ രാജ്യമാകണമെന്ന് പറയുന്നു. ഇന്ത്യയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യക്കുള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉള്ള വേറൊരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കാര്യം ഇന്ത്യയുടെ ചുറ്റുമുള്ളത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ബംഗ്ലാദേശ് അതുപോലെ തന്നെ മ്യാൻമാർ ഉണ്ട്. ഈ സൈഡിലായിട്ട് മ്യാൻമാർ ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ നൈബർഹുഡ് കൺട്രീസ് വരുന്നത്. ഏതൊക്കെയാണ്? ഈ നോർത്ത് വെസ്റ്റ് സൈഡിലായിട്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അതുപോലെ നോർത്ത് സൈഡിലായിട്ട് ഏതൊക്കെയാ വരുന്നത്? ചൈന വരുന്നുണ്ട്, ഭൂട്ടാൻ, ടിബറ്റ്, നേപ്പാൾ അല്ലെ. ചൈന, ഭൂട്ടാൻ, ടിബറ്റ്, നേപ്പാൾ നോർത്ത് സൈഡില്. ഇപ്പുറത്തെ സൈഡിൽ ഏതാണ് വരുന്നത്? ബംഗ്ലാദേശും മ്യാൻമാർ. ഇത്രയാണ് നമ്മുടെ ലാൻഡ് ബൗണ്ടറി പങ്കിടുന്ന നമ്മുടെ നൈബർഹുഡ് രാജ്യങ്ങൾ. ഏതൊക്കെയാ വരുന്നത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ തന്നെ മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇപ്പൊ തന്നെ പഠിക്കോ? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇത്രയാണ് നമ്മുടെ ലാൻഡ് ബൗണ്ടറി പങ്കിടുന്ന നൈബർഹുഡ് കൺട്രീസ്. ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ. പാകിസ്ഥാൻ, എന്താണ് ഇവിടെ കുഞ്ഞൊരു പോർഷനിൽ നമുക്ക് എന്തുണ്ട്? അഫ്ഗാനിസ്ഥാൻ. ശരിക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇങ്ങനെ മുകളിലായിട്ടാണ് വരുന്നത്. പക്ഷെ അഫ്ഗാനിസ്ഥാന്റെ കണ്ടോ കുറച്ചൊരു പോർഷൻ എന്താണ് ഇന്ത്യയുമായിട്ട് ലാൻഡ് ബൗണ്ടറി പങ്കിടുന്നുണ്ട്. ദെൻ കൂടുതൽ സ്ഥലം ഇവിടെ ഇത്ര എന്താണ്? ചൈനയാണ്. പിന്നെ ചൈനയുടെ അടുത്തുനിന്ന് പിന്നെ ഇങ്ങോട്ട് നേപ്പാൾ വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട് അല്ലെ. പിന്നെ നോക്കിക്കേ, ഞാൻ പറഞ്ഞ കണക്ക് ഇന്ത്യക്ക് ഉള്ളിലേക്കല്ലേ കയറിയിരിക്കുന്ന ബംഗ്ലാദേശ്. ഈ പൊസിഷനില് മ്യാൻമാർ ആണ്.
ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലാൻഡ് ബൗണ്ടറി. ഇനി നോക്കിക്കേ, ഇവിടെ നോക്ക്, നമുക്ക് സീ എന്താണ് കടൽ എന്താണ് ഈ പറയുന്നത് കടലായി ഇവിടെ സീ ആണ്, സീ ബൗണ്ടറി ആണ്. ഏതാണ്? ഒന്ന് ശ്രീലങ്കയും വരുന്നുണ്ട്, മാൽദീവ്സും വരുന്നുണ്ട്. ഓക്കെ, ശ്രീലങ്കയും വരുന്നുണ്ട്, മാൽദീവ്സും വരുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയും മാൽദീവ്സും ആണ് ഇന്ത്യൻ ഓഷ്യൻ ടുവേർഡ്സ് സൗത്ത് സൈഡിലായിട്ട് ശ്രീലങ്കയും മാൽദീവ്സും നമുക്ക് എന്താണ് സീ ബൗണ്ടറി ആണ് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓർ സിംപ്ലി ദ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എന്താണ് സൗത്ത് ഏഷ്യന്റെ ഫിസിയോഗ്രഫിക് റീജിയൻ ആണ്. സൗത്ത് ഏഷ്യന്റെ ഫിസിയോഗ്രഫിക് റീജിയൻ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഇന്ത്യൻ പ്ലേറ്റ്. ഓക്കെ, ഇന്ത്യൻ പ്ലേറ്റ്, ഇന്ത്യൻ ഫലകത്തിലാണ് പ്രൊജക്ടിങ് സൗത്ത് വേർഡ്സ് ഇൻ ടു ഇന്ത്യൻ ഓഷൻ ഫ്രം ഹിമാലയാസ്. അങ്ങനെയാണ് അതിന്റെ ഇങ്ങനെ പല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുവാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ ശരിയാണെന്ന് ഓർക്കണം. എന്താണ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ഇന്ത്യൻ പ്ലേറ്റ് ആൻഡ് പ്രൊജക്ടിങ് സൗത്ത് വേർഡ്സ് ടു ഇന്ത്യൻ ഓഷൻ ഫ്രം ഹിമാലയാസ്. ഹിമാലയാസിൽ നിന്നും ഇന്ത്യൻ ഓഷ്യനിലേക്ക് സൗത്ത് വേസ്റ്റ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഈ പടം നിങ്ങളുടെ മനസ്സിൽ വേണേ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെയല്ല അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നത് പാകിസ്ഥാന്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും കുറച്ച് ലാൻഡ് ബൗണ്ടറി ഇന്ത്യയുമായിട്ട് പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഏറ്റവും കൂടുതൽ ലാൻഡ് ബൗണ്ടറി ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ടോട്ടലി 9 കൺട്രീസ് ആണ് ഇന്ത്യയുമായിട്ട് ബോർഡർ പങ്കിടുന്നത്. എത്രയാണ്? 9 കൺട്രീസ്. അതിനകത്ത് 7 കൺട്രീസ് ലാൻഡ് ബോർഡേഴ്സും 2 കൺട്രീസ് സീ ബോർഡേഴ്സും ആണ്. ശ്രീലങ്കയും മാൽദീവ്സും സീ ബോർഡേഴ്സ് ആണ്. ബാക്കി ഈ പറഞ്ഞ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാറും ബംഗ്ലാദേശും ഇത്ര 7 കൺട്രീസ് എന്താണ്? ലാൻഡ് ബൗണ്ടറീസ് ആണ്. ഇതൊക്കെ നിങ്ങളുടെ തലയിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഭൂട്ടാൻ ആണ് ഏറ്റവും സ്മാളസ്റ്റ് നൈബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ലാൻഡ് ബോർഡേഴ്സ്. ലാൻഡ് ബോർഡേഴ്സിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്മാളസ്റ്റ് നൈബറിംഗ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഭൂട്ടാൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. വലിയ നൈബറിംഗ് കൺട്രി വരുന്നത് ചൈനയാണ് അല്ലെ. ഏറ്റവും വലിയ നൈബറിംഗ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. സ്മാളസ്റ്റ് നൈബറിംഗ് കൺട്രി എന്താണ്? ഭൂട്ടാൻ ആണ് വരിക. ഭൂട്ടാൻ, അതും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഓരോ എന്താണ് ഈ പറയുന്ന രാജ്യങ്ങളും ഏതൊക്കെ സ്റ്റേറ്റുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ, ജമ്മു കാശ്മീർ, അതിപ്പോ എന്താണ്? നമ്മൾ സ്റ്റേറ്റ് അല്ല, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഓക്കെ, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി എന്ന് പറയാം. ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് പാകിസ്ഥാന്റെ ബൗണ്ടറീസ് പ്രത്യേകിച്ച് പഠിക്കണ്ടേ. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ദെൻ അഫ്ഗാനിസ്ഥാൻ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ മാത്രം. ചൈന, ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ചൈന ഏതൊക്കെയാ? ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഓർത്തു വെച്ചേക്കുക. നേപ്പാള്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം. നേപ്പാൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, സിക്കിം. ഭൂട്ടാൻ ആണെങ്കിൽ സിക്കിം, വെസ്റ്റ് ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. ഇത്രയും പ്രദേശമായിട്ടുണ്ട് കേട്ടോ. ഭൂട്ടാൻ, സിക്കിം, വെസ്റ്റ് ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. മ്യാൻമാർ ആണെങ്കിലോ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. മ്യാൻമാർ ഏതൊക്കെ സ്റ്റേറ്റുമായിട്ടാണ്? അരുണാചൽ പ്രദേശ് ഉണ്ട്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. മ്യാൻമാർ വരുമ്പോ നോക്കിക്കേ, ഇവിടെ ഇത്രയും പോർഷൻ ഉണ്ടല്ലേ, അതുകൊണ്ടാണ് അത്രയും വരുന്നത്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഒക്കെ വരുന്നത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ബംഗ്ലാദേശോ കുറെ ഉണ്ടല്ലേ. വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ആസാം, ത്രിപുര, മിസോറാം. വെസ്റ്റ് ബംഗാൾ, മേഘാലയ, ആസാം, ത്രിപുര, മിസോറാം. നിങ്ങൾ ഇത് കാണാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഓരോ കൺട്രിയും ഏതൊക്കെ സ്റ്റേറ്റുമായിട്ടാണ് ഇവിടെ എന്താണ് അതിർത്തി പങ്കിടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സമയം കിട്ടുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഇത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ആദ്യം നിങ്ങൾ ഇന്ത്യന്റെ നിങ്ങൾ പഠിക്കുന്നിടത്ത് ഇന്ത്യന്റെ ഒരു എന്താണ് മാപ്പ് ഒട്ടിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോ അത്രയാണ് ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. അപ്പോ ഇത്രയും വെച്ച് നമ്മള് ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അത് ഇത്രയും നിങ്ങൾ നന്നായിട്ട് ബേസിക് പഠിച്ചു വെച്ചേക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയായിട്ട് വരുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എർത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അറ്റ്മോസ്ഫിയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ജോഗ്രഫിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോ ഇത് ഇത്രയാണ് ഇപ്പോ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്ത്യയുടെ കുറച്ച് ഫാക്റ്റ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. എല്ലാവരും ഈ ക്ലാസ് കേട്ട് എല്ലാവരുടെയും കയ്യിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടാവണം. ഇനി ഒരിക്കലും തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.